രാവിലെ എണീറ്റ് കണ്ണാടി നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തേ ഈ കുട്ടിക്ക് വയ്യെന്ന്. ശരിയാണ്, പല്ലിന് എന്തോ ഒരു മിസ്റ്റേക്ക്. എന്നാൽ പിന്നെ അത് കയ്യോടെ അങ്ങ് ശരിയാക്കാം. നേരെ വിട്ടു ഹോസ്പിറ്റലിലേക്ക്. ചെറുതായിട്ടൊന്ന് കറ പിടിച്ചു, പക്ഷെ ഡോക്ടർ അത് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്തു തന്നു. പണ്ടാറം പല്ല് ശരിയാക്കിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ 2 ഷോ ഇറക്കിയേക്കാം. പക്ഷേ ഉണ്ടടാ അവിടെയും പോസ്റ്റ്. പിന്നെ വായിനോട്ട് ഒരു കഴിവായതുകൊണ്ട് പോണവരെ വന്നവരെയൊക്കെ വായി നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. ബാങ്ക് പ്രൊസീജിയറൊക്കെ പെടപെടാന്ന് തീർത്തിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി. പിന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്ത നെക്സ്റ്റ് പൂച്ചയുടെ കണ്ണ് കരച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ കണ്ണ് എപ്പോഴും കോസ്മെറ്റിക് സൈഡിലായിരിക്കും. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇന്ന് നേരം കളഞ്ഞ് വേഗം വീട്ടിലോട്ട് പോയി. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, വിശന്ന് പണ്ടാരടങ്ങി. പക്ഷെ ഉണ്ടല്ലോ പാവം എൻ്റെ അമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത്രയും ടേസ്റ്റ് അമ്മയുടെ ഫുഡിന് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ല കിട്ടില്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ വായി നോക്കി ഇന്ന് അമ്മയ്ക്കും ഒരു ഉരുള കൊടുത്തു. സ്നേഹം കൊണ്ടൊന്നുമല്ല, വെറുതെ കൊതി കിട്ടി വയറിന് പ്രശ്നമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വാരി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ടേബിളിൽ വിരിച്ചിട്ട് പിന്നെ ഷോ കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്കുണ്ടോ സമാധാനമാണ്. പക്ഷേ ഇതൊന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ഐറ്റം മാംഗോസ്. മാംഗോയും ഞാനും തമ്മിലുള്ള ആത്മബന്ധം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സൈഡിലിരുന്ന് അസലായിട്ട് എന്നെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോടാ അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി മാംഗോ ആയിരുന്നേ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈ മാംഗോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ട് അത് എങ്ങനെ തന്നാലും ഞാൻ തിന്നും. പച്ചയായിട്ടോ പഴുത്തതായിട്ടോ മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ. അങ്ങനെയൊക്കെയാണോ നിങ്ങളും? എന്നോട് പറയൂട്ടോ.